വെൽക്കം ടു ക്രോഷ്യ മമ്മ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എൻ്റെ ക്രോഷ്യ പ്രൊഡക്ട്സ് കുറച്ച് കാണിച്ചു തരുന്നതും അതിൻ്റെ പാക്കിങ്ങും ആണ്. ഇന്ന് 3-4 പ്രൊഡക്ട്സ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കം ഓൺ. ഇത് കംപ്ലീറ്റ്ലി ചെയ്ത് വെച്ച അമിഗുർമി ഡോൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഏറ്റവും കൂടുതലുള്ളത് ബണ്ണി ഡോളും ബെയർ ഡോളും ആണുള്ളത്. അതിൽ കുറച്ച് റെയർ പാറ്റേണും ഈ ഒരു ഗോസിൻ്റെ പാറ്റേൺ ഉണ്ട്. പിന്നെ അതുപോലെ ബെയർ ഡോളിന് ബ്ലൂ ഡ്രസ്സ്, ബ്ലൂ റോംബർ ആഡ് ചെയ്തിട്ടുള്ളൊരു ബെയർ ഡോളുണ്ട്. പിന്നെ കംപ്ലീറ്റ് ബണ്ണിയും ബെയർ ഡോളും ആണ് കേട്ടോ. ബണ്ണി ഡോളിന് ഈ പാറ്റേണിൽ ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട്, ദെൻ ബേജ് കളർ വരുന്നുണ്ട് ആൻഡ് പിങ്ക് കളറിൽ. ഈ 3 കളേഴ്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വണ്ണ് ബേജ് കളറ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ബണ്ണി ഡോള്, ഈ ഒരു ലോങ് ടൈപ്പ് ബണ്ണി ഡോൾ അറിയും. അപ്പോൾ ഇത് ഓഫ് വൈറ്റ് കളറിലും ബേജ് കളറിലും ആണ് ഉള്ളത്. ഓഫ് വൈറ്റ് കളറിൽ തന്നെ ഒരു ബോ ആഡ് ചെയ്ത്, ലാവൻഡർ ബോ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബണ്ണി ഡോളാണ് കേട്ടോ. ഇത് സെയിം പാറ്റേണിൽ തന്നെ. നെക്സ്റ്റ് ബണ്ണി ഡോളിൻ്റെ റാറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാറ്റിൽസ് നോക്കാം. ഒരു ഓഫ് വൈറ്റ് കളറും ബേജ് കളറിലും, പിന്നെ ഞാൻ വളരെ റെയർ ആയിട്ട് മാത്രം ചെയ്യുന്ന റെയിൻബോ ബണ്ണി ഡോൾ കേട്ടോ. ഈ 3 ബണ്ണി ഡോൾസ് ഉണ്ട്. പിന്നെ വേറൊരു പാറ്റേൺ യെല്ലോ ബണ്ണി ഡോൾസ്. അപ്പോൾ ഇത്രയും റാറ്റിൽസിൽ ഇത്രയും റാറ്റിൽ അവൈലബിൾ ആണ് ബണ്ണി റാറ്റിൽസിൽ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബെയർ ഡോൾസ് കാണാം. ബ്രൗൺ ആണ് കേട്ടോ ഫുൾ ചെയ്തിട്ടുള്ളത്. ഈ 2 ബെയർ ഡോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെയർ റാറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ബെയർ ഡോളും പിന്നെ ബെയർ റാറ്റിലും ബ്രൗൺ കളറിലാണുള്ളത്. നെക്സ്റ്റ് ചെറിയൊരു ബെയർ ഡോൾ, മിനി സൈസാണ് ഇത്. ഈ സെയിം പാറ്റേൺ തന്നെ ചെറിയൊരു ബേബി പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ക്യാപ്പിബാറ ഡോളും. അപ്പോൾ ഇത്രയും ഡോൾസാണ് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പാക്കിംഗ് നോക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു ബോക്സാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സെൽഫ് ലോക്ക് ബോക്സോ അങ്ങനത്തെ ബോക്സാണത്. നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് ഫ്രോക്ക് സെറ്റാണ് കേട്ടോ. കുറേ ന്യൂ ഫ്രോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. യോക്ക് മാത്രം ക്രോഷ്യ ചെയ്തിട്ട് ബാക്കി ഫാബ്രിക് അറ്റാച്ച് ചെയ്യുന്ന ഫ്രോക്കുകൾ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നുള്ളൊരു ക്രോഷ്യൻ്റെ വേർഷൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നാളെയാണ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇതിൽ എന്നൊരു പാക്കിംഗ് ടിഷ്യൂ പേപ്പർ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ആമസോണിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾ ഹാർഡ് പ്രിൻറ്റ് ടിഷ്യൂ പേപ്പർ എന്നൊക്കെ റാപ്പിംഗ് ഷീറ്റ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് എല്ലാ ബോക്സിലും റാപ്പിംഗ് ഷീറ്റ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ ഈ ഒരു ഷീറ്റ് കിട്ടും കേട്ടോ. ഞാൻ ഈ ഒരു റെഡ് ഹാർട്ടിൻ്റെയും പിന്നെ അതുപോലെ ഗ്രീൻ ലീവ്സ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അല്ല ഇത് വാങ്ങിയെടുത്തിട്ടുണ്ട്. എല്ലാം ആമസോണിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മുടെ പേര് കസ്റ്റമൈസ് ചെയ്യുന്നത് ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് അങ്ങനെ ചെയ്ത് തരുന്നത്. ഇനി ഇതിലേക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. ആക്ച്വലി കുറച്ച് പ്രൊഡക്ട്സ് ഈ ഡോൾസും കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ല ഫ്രോക്കും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രോക്ക് സെറ്റ് ഇന്ന് റെഡി ആവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓഫ് വൈറ്റ് ലില്ലി ബണ്ണി ഡോളാണ് ആദ്യം വെക്കാനുള്ളത്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു പാക്കിൽ. അതിൽ താങ്ക് യു കാർഡും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ഒരു സ്പ്രേ ആഡ് ചെയ്യും കേട്ടോ. ഡോളിൽ ആവാതെ ഈ ഒരു ബോക്സിൽ മാത്രം, കാരണം മഴ ആയതുകൊണ്ട് ബോക്സിൻ്റെ സ്മെല്ല് ചിലപ്പോൾ പാക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്കൊരു സ്പ്രേ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബണ്ണി ഡോള് പാക്ക് ചെയ്തു. ഇത് സൈഡിൽ വെക്കാം. നെക്സ്റ്റ് പാക്ക് ചെയ്യാനുള്ളത് ബെയർ ഡോളും. യെസ്, ഈ ഒരു ബെയർ ഡോൾ മാത്രമാണ്. ഈ ഒരു ബെയർ ഡോൾ പാക്ക് ചെയ്യാം. താങ്ക് യു കാർഡും ആഡ് ചെയ്യാം. ഇതിൽ സ്റ്റിക്കർ ആഡ് ചെയ്യും, ലാസ്റ്റ് ഒരുമിച്ച് ആഡ് ചെയ്യാത്. നെക്സ്റ്റ് ഈ ഒരു ഗൂസ് ഡോളാണ് ആഡ് ചെയ്യാനുള്ളത്. യെസ്, താങ്ക് യു കാർഡ് ആഡ് ചെയ്യാം. ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പുറത്ത് ബോക്സിൻ്റെ പുറത്ത് ഇതിലെന്താ ഉള്ള ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്യും കേട്ടോ. കാരണം എല്ലാം ഒരുപോലെ ആകുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ബെയർ റാറ്റിൽ ആഡ് ചെയ്യാനുണ്ട്. ബെയർ ഡോളും ആഡ് ചെയ്യാനുണ്ട്. യെസ്, ഇത് ഞാൻ മുന്നേ ചെയ്തൊരു സെറ്റ് പോലെ ചെയ്തതായിരുന്നു കേട്ടോ. ബെയർ ഡോളും ബെയർ റാറ്റിൻ്റെയും. അപ്പോൾ ഇതുമുണ്ട്. താങ്ക് യു കാർഡ്. സോറി. യെസ്, ആഡ് ചെയ്തു. ലാസ്റ്റ് വണ്ണ് പിന്നെ ഒരു പിങ്ക് ബണ്ണി ഡോളാണ് കേട്ടോ. അപ്പോൾ ഇതുമാണ് ലാസ്റ്റ് വൺ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ്. പിന്നെ ഇപ്പോൾ ഇനി എല്ലാം ഫ്രോക്ക് ആഡ് ചെയ്തിട്ടുള്ള സെറ്റാണ്. ഫ്രോക്ക് നാളെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഡോളും കൂടി ആഡ് ചെയ്ത് സെൻഡ് ചെയ്യും. യെസ്, ഇതും റെഡി ആയി കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഇന്ന് സെൻഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് പാക്ക് ചെയ്തു. ഇനി ഇതിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിൻ്റെ പുറത്ത് ഡോളിൻ്റെ പേരും എഴുതി വെക്കും. എന്നിട്ടാണ് അഡ്രസ് ലേബിളും കാര്യങ്ങളും വെച്ചിട്ട് ഇത് ഇന്ന് കൊറിയർ അയക്കണം. അപ്പോൾ അതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്ന ഇന്നത്തെ വർക്ക് എന്ന് പറയണത്, ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ ഇതൊക്കെ യോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫാബ്രിക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് പാറ്റേണും ഈ ഒരു ഓഫ് വൈറ്റ് ബൂട്ട ഫാബ്രിക്കാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ബ്ലൂ യോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബേബി ബ്ലൂ ആണ് കേട്ടോ അത്. അതിലേക്ക് ഈ ഒരു ഫാബ്രിക്കുമാണ് ആഡ് ചെയ്തത്. വൈറ്റിൽ ബ്ലൂ ഹെക്കോബ പ്രിൻ്റ് വരുന്ന പാറ്റേൺ. നെക്സ്റ്റ് ഈ ഒരു ബേബി പിങ്ക് ആണ്, അല്ലെങ്കിൽ പൗഡർ പിങ്ക് അറിയാം. അതിന് ഈ ഒരു എക്കോബ വരുന്ന ഈ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞിട്ടാണ് ഇനി
ബാക്കിയുള്ളത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് ഫ്രോക്ക് സെറ്റും ഡിസ്പാച്ച് ചെയ്യാനുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് സെറ്റ് ഇതാണ്. ഇതെല്ലാം ഫുൾ ഫ്രോക്ക് വരുന്നതാണ് കേട്ടോ. ഈ ഓപ്പോഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇതെല്ലാം ഫുൾ ഫ്രോക്കായിട്ട് ഫുൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ഫ്രോക്സാണ്. അതിന് മാച്ചിങ് ഷൂവും മാച്ചിങ് ഹെഡ് ബാൻഡും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റെഡി സ്റ്റോക്കിൽ തന്നെ അവർക്ക് റാറ്റിലും ബണ്ണി ഡോൾസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ സിംഗിൾ കളറിൽ മാത്രം ചെയ്തിട്ടുള്ള ക്രോഷ്യ ഫ്രോക്കാണ് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ നോക്കാം. ഷെൽ സ്റ്റിച്ചാണിത്. നല്ല ഭംഗിയുള്ള കോട്ടൺ യാണോണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രോക്കാണ്. ഇത് കസ്റ്റമർ സിംഗിൾ കളർ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതാണ് ഒരു സെറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഈ ഒരു റെയിൻബോ ബണ്ണി ഡോളും ഈ ഒരു ഓഫ് വൈറ്റ് ബണ്ണി ഡോളും നല്ല മാച്ചാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഇങ്ങനെ പാക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് വരുന്നൊരു ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്ക് 3 കളർ കോമ്പിനേഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. വൈറ്റും റെഡ് കളറും ബേജ് കളറും. അപ്പോൾ എല്ലാം കോട്ടൺ യാണോണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് ഒരു മാച്ചിങ് ഷൂ ചെയ്തിട്ടുണ്ട്. ബോ വന്നിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റ് ഷൂവും പിന്നെ റെഡ് ആൻഡ് വൈറ്റ് ഹെഡ് ബാൻഡുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മാച്ചിങ് ആയിട്ട് 2 ഡോൾസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ഓർഡർ കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള വേറൊരു ഫ്രോക്കാണ്. ഇത് 2 കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. 2 കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബേജ് കളറും മെജന്ത കളറിലുമാണ് ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചിങ് ഒരു ഫ്ലവർ വരുന്ന ഷൂവും ഫ്ലവർ വരുന്ന ഒരു ഹെഡ് ബാൻഡുമാണ്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന ബണ്ണി ഡോളും ഉണ്ട്. ദെൻ ബണ്ണി റാറ്റിലും ആണുള്ളത്. അങ്ങനെ ഈ ഒരു 3 ഫുൾ ക്രോഷ്യ ഫ്രോക്ക് സെറ്റ് എന്നാട്ടോ പറയാം. നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ക്രോഷ്യ യോക്ക് മാത്രം അറ്റാച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ചെയ്തതിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഫുൾ ക്രോഷ്യ വരുന്നത് കൊണ്ട് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് അടുത്തൊരു സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റെഡി സ്റ്റോക്കിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ക്ലാസ്, ഡോൾ മേക്കിംഗ് ക്ലാസ്സും ക്രോഷ്യ ബേസിക്സ് മുതൽ പഠിപ്പിക്കുന്ന ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കാര്യങ്ങൾ. ചെറിയൊരു വ്ളോഗാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയൂ കേട്ടോ. ഓക്കെ, ബൈ.